ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ടൊരു പോള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ പോള റെസിപ്പിക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കണം. അതിനുവേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ചിക്കൻ ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. എരിവിന് പെപ്പർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ വേണ്ടത് ഒനിയൻ പൗഡർ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അത് വേണ്ടത് 1 ടീസ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ അറബിക് മസാല പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കസൂരി മേത്തി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റിയാണ്, അതേപോലെ ജ്യൂസിയാണ്. ഇനി നമുക്ക് എത്രത്തോളം ടൈം ഉണ്ട് അതിനനുസരിച്ച് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. സമയമുണ്ടെങ്കിൽ കൂടുതൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ മസാല ഉണ്ടല്ലോ, എല്ലാം നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തണം. ആ രീതിയിൽ മിക്സാക്കി എടുക്കണം. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. മൂടി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ഇത് റെഡിയാക്കുന്നത് അതിൻ്റെ അരമണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെക്കണം. തണുപ്പെല്ലാം മാറണം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് സമയം. ഏകദേശം 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിനിടയിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അല്പം മല്ലിയിലയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല പോലെ മിക്സാക്കി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം ഏകദേശം ലൈറ്റ് ഗോൾഡ് കളർ ആവണം. ആ രീതിയിൽ വഴറ്റിയെടുക്കണം. അങ്ങനെയാകുമ്പോൾ മസാല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി തീ ചെറുതാക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക് പകരമായിട്ട് ഞാനിവിടെ തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ തക്കാളിയുടെ സോസ് ആയാലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാല ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കണം. മുട്ട വളരെ ചെറുതാണെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 3 അല്ലി വെളുത്തുള്ളി, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ പാലൊക്കെ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ വേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. 3/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം ഒരേ കപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. 1/2 കപ്പ് തന്നെ വേണ്ട, 1/4 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ കൂടുതൽ കട്ടിക്കായി പോകണ്ട. ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. ഇനി കട്ടിയായിന്ന് തോന്നിയാൽ 1-2 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി പഴയൊരു പാൻ ഉണ്ടല്ലോ, ഞാൻ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. പോള ഉണ്ടാക്കുന്ന പാനും ചൂടാക്കിയെടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അടിഭാഗം 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു.
ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഡ്രൈ ആയാൽ മതി. ഇനി അതിൻ്റെ മീതിയായിട്ട് മസാല വെച്ച് കൊടുക്കണം. മസാല വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പാനിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ആവാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 4-5 പ്രാവശ്യം ലെയറായിട്ട് ഒഴിച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബാറ്ററും മസാലയും നമ്മൾ ഈക്വൽ പാർട്ടാക്കി എടുത്തു വെക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി വീണ്ടും മൂടിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഡ്രൈ ആയിട്ട് വരും. വീണ്ടും മസാല ഇട്ട് കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് തീരുന്നത് വരെ കാണിച്ചിരുന്നുണ്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. സൈഡ് ഭാഗമൊന്നും മസാല വെച്ചിട്ടില്ല, ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് 1-1.5 തവി ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് ഈ മസാല ഒന്ന് കവറാവണം, ആ രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യണം. ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് മസാല ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സാധാരണ എല്ലാവരും ഈ ബാറ്റർ ഉണ്ടല്ലോ ഏകദേശം 1/4 ഭാഗം ഒഴിച്ച് അതിന് മീതിയായിട്ട് മസാല ഇട്ട് ബാക്കി ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരേ ലെയറിലായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കലുണ്ട്. അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. ഇങ്ങനെയാകുമ്പോൾ മസാലയും ബാറ്ററും ഈക്വലായിട്ട് കഴിക്കാൻ കിട്ടും. അങ്ങനെയാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ബാറ്ററിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വീണ്ടും 1 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡിലോട്ടൊന്നും മസാല ആവണ്ട. ഞാൻ കുറേ പ്രാവശ്യം പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരിലുണ്ടാവുമല്ലോ, അവർക്കെല്ലാം ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മസാല എല്ലാം വെച്ച് കഴിഞ്ഞ് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ മുഴുവൻ ബാറ്ററും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. മസാലയും തീർന്നു കഴിഞ്ഞു. അല്പം മസാല ബാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് അതും മുകളിൽ വിതറി കൊടുത്തു. ഇനി തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് സീഡെല്ലാം കളഞ്ഞ് അതും മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എനിക്കിവിടെ 40 മിനിറ്റാണ് വെന്ത് കിട്ടാൻ വേണ്ട സമയം. ഇനി ചിലപ്പോൾ 5-10 മിനിറ്റൊക്കെ തീയുടെ വേരിയേഷൻ കൊണ്ട് മാറ്റം സംഭവിക്കാം. നിങ്ങളൊരു കത്തിയോ ഈർക്കിലോ കൊണ്ട് കുത്തി നോക്കണം. അതിനുശേഷം ഓപ്പൺ ചെയ്താൽ മതി. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇറാനി പോള അല്ലെങ്കിൽ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എപ്പോഴും ഈ പോള ഉണ്ടാക്കുമ്പോൾ വട്ടം കുറഞ്ഞ പാനിൽ ഉണ്ടാക്കണം. ഞാനിവിടെ 5.5 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വട്ടം കൂടുതലുള്ള പാനിൽ ഉണ്ടാക്കിയാൽ ഇത്ര കട്ടി കിട്ടില്ല. അങ്ങനെ കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം ഡബിൾ സൈസിൽ എടുക്കണം. അതായത് ഡബിൾ അളവിലെടുത്താൽ നിങ്ങൾക്ക് വലിയ പോള ഉണ്ടാക്കാം. ഇനി മുകൾ ഭാഗം മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ മാറ്റി 1-2 മിനിറ്റ് വളരെ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.